അടുത്ത ശ്ലോകത്തിലെ അർജുനൻ ഭഗവാന്റെ ശിഷ്യത്വം അംഗീകരിക്കും. അതാണ് പ്രധാന കാര്യം. കാർപ്പണ്യദോഷോ ഭഗവത് സ്വഭാവാൽ പൃച്ഛാമി ത്വം ധർമ്മസമ്മൂഢചേത യശ്രയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധി മാം പ്രപന്നം. ഭഗവാനെ ശരണം പ്രാപിക്കാൻ ഇവിടെ ഒരു ശിഷ്യന്റെ കാര്യം പറയും. ഈ അധ്യാത്മ കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമുള്ള ആളോടെ പറയാവൂ. മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചാൽ പറയും. ആവശ്യമുള്ള ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗുരുനാഥൻ്റെ അടുത്തേക്ക് ശിഷ്യൻ ഒരാൾ വന്നിട്ട് അങ്ങയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അങ്ങ് എന്നെ ശാസിച്ചോളൂ, എനിക്ക് ഇതൊക്കെ പറഞ്ഞ് ഞാൻ തിരക്കടില്ല എന്ന് പറയുമ്പോൾ മാത്രമേ ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. മറ്റിച്ച് വന്നാൽ അവിടെ വിഷമമുള്ളത് എന്താ വെച്ചാൽ ഈ ഗുരുനാഥൻ്റെ ആവശ്യമാണ് അവരെ പഠിപ്പിക്കൽ എന്ന് വരും. അപ്പോൾ അവർ ഇന്ന് പറ്റില്ല നാളെ വരും എന്ന് പറയും. അപ്പോൾ നമ്മുടെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല അധ്യാപകന്മാരൊന്നും ഈ ട്യൂഷൻ പോവില്ല, സ്കൂളിൽ വെച്ച് പഠിപ്പിക്കും. കാര്യം എന്നല്ലാണ്ട് ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ വീട്ടിൽ ചെന്നാൽ ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലാണ്ട് ശിഷ്യൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാട് പണ്ടില്ല, സമ്മതിക്കാറില്ല. കാരണം അവിടെ ചിലപ്പോൾ ഈ താഴ്ന്നത് ഗുരുനാഥനാണല്ലോ, അങ്ങോട്ട് പോയിട്ട് 4 കാശിന് വേണ്ടിയിട്ടും അവർ അങ്ങനെ പതിവില്ല പണ്ടൊന്നും. ട്യൂഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഗുരുനാഥൻ്റെ വീട്ടിൽ ചെന്നാൽ ചോദിച്ചാൽ പറഞ്ഞുതരും. ഗുരുനാഥനാണ് മേലുള്ള ആൾ, ശിഷ്യൻ താഴെ. ഇവിടെ അർജുനനോട് ഇപ്പോൾ അർജുനൻ ഒരു ബന്ധുവിനെ പോലെയാണ് ദേവര ഇരുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും കൃഷ്ണന് മനസ്സിലാക്കണമെന്നും അർജുനന് ബോധ്യമായി. എന്തോ തെറ്റുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ട് പറഞ്ഞു കാർപ്പണ്യദോഷം, കൃപണത, ഇവരോടുള്ള കൃപണത ഉണ്ടല്ലോ, ആ ദോഷം കൊണ്ട് എനിക്ക് ധർമ്മസമ്മൂഢചേത, ഞാൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന കാര്യത്തിൽ മൂഢനല്ല, സമ്മൂഢനാച്ചാൽ വേണ്ടത്ര മൂഢത ഉണ്ട്. ഇപ്പം എനിക്ക് ഉണ്ട്, വളരെ മൂഢനായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൃച്ഛാമി, അങ്ങോട്ട് ചോദിക്കുന്നു, എന്ത് ധർമ്മം ഏതാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യുകയോ വേണ്ടത്, യുദ്ധം ചെയ്യാതിരിക്കുകയോ വേണ്ടത്, എന്താ കാര്യം എന്നുള്ളത് അതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. അതുകൊണ്ട് ശിഷ്യസ്തേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഷാധി, എന്നെ ശിക്ഷിക്കൂ, അല്ലെങ്കിൽ എന്നെ ശകാരിക്കൂ എന്ന് പറയണില്ല. ശിക്ഷിക്കൂ വെച്ചാൽ അരിക്കാതല്ല എന്നർത്ഥമല്ല, ശിക്ഷണം എന്നാണ്. ശിക്ഷ എന്നുള്ളത് രണ്ടും കൂടി വളരെ വിട്ടുണ്ട്. നമ്മളുടെ എല്ലാം ശിക്ഷയാണ്, ഗുരുനാഥന്മാരെ ശിക്ഷണമാണ്. ശിക്ഷ കൊണ്ട് പേടിച്ച് കുറച്ച് നേരം ചെയ്തില്ല എന്നുള്ളൂ. മറ്റേ ശിക്ഷണം കൊണ്ട് ശരിയാന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങ് തന്നെ പറഞ്ഞു തരണം ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നമ്മളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും ഈ ജീവിതത്തിൽ എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കും അറിയില്ല. നമ്മൾക്ക് അഹംഭാവമുണ്ട്, മമതയുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. എന്നാലോ ഇതൊന്നും മാറിയാൽ തിരക്കില്ല എന്ന് മോഹമുണ്ട്, തരാവണമില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, എന്താ പ്രശ്നം? ഈ കാര്യം ആരോടാ ചോദിക്കുക? അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളിരിക്കുന്ന ആ അന്തരാത്മാവിനോടാണ് ചോദിക്കേണ്ടത്. അന്തരാത്മാവിനോട് ചോദിച്ചാൽ എപ്പോഴും വേണ്ടതേ പറയുള്ളൂ. ഒരാളുടെയും ഉള്ളെന്ന് കക്കണോ ചോദിച്ചാൽ കക്കണം എന്നുള്ളെന്ന് പറയില്ല. വേണ്ട, കക്കണ്ട, സത്യം പറയണം, നല്ലത് ചെയ്യണം എന്നല്ലാണ്ട് എല്ലാവരുടെ ഉള്ളിൽ നിന്നും. കാരണം അതാണ് ഈശ്വരൻ, ആ ഈശ്വരൻ്റെ ശബ്ദമാണ് അവിടുന്ന് വരുന്നത്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ അത് കൂട്ടാക്കാതെ മറ്റേച്ച് ചെയ്യുക, അപ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എടോ, മനസ്സാക്ഷിക്ക് അനുസരിച്ച് പറയാമെന്നാ പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. മനസ്സ് പറഞ്ഞത് കൂട്ടാക്കാനല്ല പറഞ്ഞത്, മനസ്സിൻ്റെ സാക്ഷി ഉണ്ടല്ലോ, ആ സാക്ഷി പറയുന്നത് കൂട്ടാക്കണം. സാക്ഷി എങ്ങനെയാണ്ടാവുക? 2 ഭാഗത്തേക്കും തുല്യമാണല്ലോ. നല്ലതാണ് സാക്ഷി, നല്ലതേ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമെന്നൊക്കെ പറയുന്ന സാക്ഷി പറയുമ്പോഴേ, അപ്പോൾ ആ സാക്ഷിയോട് പറയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നെ തിരക്കില്ല. നഹി പ്രപശ്യാമി മമാമനുദ്യൽ യച്ഛോകമുച്ഛേഷണം ഇന്ദ്രിയാണാം അവാപ്യഭൂവ അസമർത്ഥം രാജ്യം സുരാണാമപി ചാധിപത്യം. അയാൾക്ക് പിന്നെയും അങ്ങോട്ട് ധൈര്യം ഉറപ്പ് വരുന്നില്ല. ഭഗവാൻ പറഞ്ഞിട്ട് പിന്നെയും എന്താണത്, ഞാൻ പ്രപശ്യാമി, ഞാൻ കാണുന്നില്ല, എന്താ ശരി തെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയും. സഞ്ജയ് വാച ഏവം ഉക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തവ ന യോത്സ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഹ. ഒരു നാടകം പോലെ കൊണ്ടുവരുന്നതേ, തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാം. ഏവമുക്ത്വ, ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞിട്ട്, ഹൃഷീകേശം ഭഗവാനോട്, ഗുഡാകേശ അച്ചാൽ അർജുനൻ,
അങ്ങനെ പരം തപ, പരന്മാരെയൊക്കെ തപിപ്പിക്കണ, അത് ശത്രുക്കളെയൊക്കെ തപിപ്പിക്കണ അത്ര കേമനാണ് അദ്ദേഹം. എന്നാൽ യോത്സ്യ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഇരി ഗോവിന്ദം ഉക്ത ഭഗവാനോട് പറഞ്ഞിട്ട് തൂഷ്ണീം ബഭുവ ഉണ്ടാതെ ഇരുന്നു. കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ. സാധാരണ വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലായി തോന്നും. നമ്മൾ ചിന്തിച്ച് വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ ഭഗവാനോട് പറഞ്ഞത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങ് എന്താ വെച്ചാൽ പറയണത് കേൾക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അർജുനൻ ഭഗവാൻ എന്താ പറയണത് കേൾക്കല്ലേ വേണ്ടത്, എന്നിട്ട് വേണ്ട വലിയ ചെയ്യാൻ. ഇയാളത് പറയാണ്ടെന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാൻ ഇനി യുദ്ധം ചെയ്യണില്ല, എനിക്കിനി കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വില്ലു അമ്പുക്ക് അവിടെ വെച്ച് അവിടെ ഇരുന്നു. ഇത് കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ? പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞു കൂട്ടാക്കാന്ന് പറഞ്ഞാൽ ഇനി എന്താ അവിടുന്ന് പറയൂ എന്നല്ലേ വേണ്ടത്. അത് പറയാണ്ട് ഇയാൾ അപ്പോൾ പൂർണ്ണ ശിഷ്യത്വം പുള്ളികൾക്ക് ആയിട്ടില്ല അർത്ഥം. അവിടെ ഒരു കുഴപ്പം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്നു. ഇത് നമ്മളെ കാണിക്കാനാണ്. പൂർണ്ണത വരണം നമുക്ക്. ഈശ്വര ശരണാഗതി എന്ന് പറഞ്ഞാൽ പകുതി ശരണാഗതിയും പകുതി അങ്ങനെയാവരുത്. ഈശ്വരൻ എന്താ നിശ്ചയിച്ചാൽ അതേ നടക്കുള്ളൂ എന്നല്ല ബോധ്യം വരണം. അപ്പോൾ നമുക്ക് പിന്നെ പരിഭ്രമമില്ല, വന്നാലും ശരിയാണ്. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഭഗവാൻ ചെറി കാര്യം മനസ്സിലായി, ശിഷ്യത്വമാണെന്നുണ്ട്. അതുകൊണ്ട് ധൈര്യം വന്നിട്ടില്ല. തമുവാച ഋഷീകേശ പ്രഹസൻ ഇവ ഭാരത സേനയോരുഭയോർ മധ്യേ വിഷീദന്തം ഇതും വച. തം ഉവാച, അവനോട് പറഞ്ഞു. ഋഷീകേശ, ഋഷീകങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അതിനെയൊക്കെ ഒതുക്കിയ ആളാണ് ആര്, ഭഗവാൻ. ഒന്ന് ചിരിച്ചു മന്ദഹസിച്ചു ഭഗവാൻ. കാരണം ഇപ്പം എന്നോട് ഇതിന് മറുപടി പറയാൻ ഒരിക്കലും പ്രയാസമൊന്നും ഇല്ല എന്നുള്ള തൻ്റെ കഴിവിന് നല്ല സംശയമില്ലാത്ത സംഗതിയാണ്. പ്രസന്നിവ ഭാരത സേന, രണ്ട് രാജ്യങ്ങൾ വിഷീദന്തം കഷ്ടപ്പെട്ടിരിക്കുന്ന അർജുനനോട് പറഞ്ഞു. ഇത്രയും വരെ വാസ്തവത്തിൽ മുഖവരിയാണ് ഗീതയുടെ. ഇതിൽ 2 ശ്ലോകം മാത്രമേ ഭഗവാന്റെ വരുന്നുള്ളൂ ഇതുവരെ വന്നതിൽ. മറ്റൊക്കെ അർജുനൻ പറഞ്ഞതാണ്. ആ അർജുനൻ്റെ വാക്ക് പറഞ്ഞ 1-ാമത്തെ അധ്യായം അവിടെ അവസാനിപ്പിച്ചിട്ട് 2 വാക്ക് ഭഗവാൻ പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ ഇത് 1-ാം അധ്യായത്തിൽ പോകേണ്ടതാ, എന്നിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ ആ 2 ഭഗവാന്റെ വാക്ക് വന്നുകൊണ്ടാണ് ഇതിനെ ഈ 2-ാം അധ്യായത്തിലേക്ക് ചേർത്തത്. ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വരില്ല, അപ്പുറത്തെ ഒക്കെ പറയേണ്ടത് അവിടെ പറഞ്ഞ്. ഇനി ഭഗവത്ഗീത തുടങ്ങുന്നത് ഈ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതൽക്കാണ്. അവിടെ നമുക്ക് ശരിക്കും ഭഗവത്ഗീത ഭഗവാൻ പറയുന്നത് ഇറങ്ങുന്നുള്ളൂ. മാത്രമല്ല ഇവിടുന്ന് അങ്ങടെ ഉള്ള ഇതിന് പേര് സാഖ്യയോഗം എന്ന് പേര്. സാഖ്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥമാണ്. അപ്പോൾ ആദ്യം തന്നെ ശാസ്ത്രം പറയാൻ പോവുകയാണ്, സാഖ്യം എന്നുള്ളത്. 18 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ സാഖ്യയോഗം പറയാൻ പോകുന്നത്. 18 ശ്ലോകമാണ്. എല്ലാറ്റിനും ഒരു 18ൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് സാഖ്യയോഗത്തിന് ഇനി കഴിഞ്ഞാൽ തന്നെ സ്ഥിതപ്രജ്ഞനെ പറ്റി വരും. അവിടെയും 18 ശ്ലോകമാണ്, ഈ 2 വരെ. എന്നിട്ട് ആ സാഖ്യയോഗത്തിൽ എന്താണ് ജീവിതം എന്ന് പറയാൻ പോവാണ്. ഈ അധ്യാത്മത്തിൻ്റെ അടിത്തറയാണത്. ഈ അടിത്തറ ഇല്ലെങ്കിൽ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. ആചാര്യവിനോഹ പറയാണ്, ഗീതയിൽ ഇപ്പോൾ ചില ഒരധ്യായം മാറ്റി അങ്ങടെ പ്രതി ഇങ്ങനെ പ്രതി വെച്ചാലൊന്നും വലിയ അപകടമൊന്നുമില്ല. ഇപ്പോൾ ഭക്തിയോഗം എന്ന് കഴിഞ്ഞ ശേഷം 14-ാം അധ്യായം വെച്ചു, പിന്നെ കഴിഞ്ഞ 13 വെച്ചു വെച്ചാൽ ഒരു അപകടമൊന്നും വരില്ല. പക്ഷേ ഈ 18 ശ്ലോകങ്ങളുണ്ടല്ലോ, ഇത് മാറ്റി വെച്ചാൽ ഗീതയിൽ വിഷമം വരും. കാരണം ഈ 18 ശ്ലോകത്തിൻ്റെ അടിത്തറയിലാണ് ഗീത പണിതിരിക്കുന്നത്. ഈ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത എന്താണ് ഈ ശാസ്ത്രം, അധ്യാത്മശാസ്ത്രം എന്താ എന്ന് വ്യക്തമായിട്ടാണ് പറയേണ്ട കാര്യമാണ് ഈ 18 ശ്ലോകം. അതുകൊണ്ട് അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിൽ തന്നെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ സൂത്രരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സൂത്രരൂപത്തിൽ വെച്ചാൽ കുറച്ച് കാര്യം പറയും, അതിൽ ഒരുപാട് അർത്ഥം ഉണ്ടാവും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് കടൽ കടുകും കടുകിൽ കടലും അങ്ങനെ ഒന്നര പാടുണ്ട്. നമ്മുടെ സംസാരമൊക്കെ ഒരു കടൽ സംസാരിക്കും, അതിലൊരു കടുകേ എടുക്കാണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വെറുതെ പറഞ്ഞതാണ്. മഹാത്മാക്കൾ അങ്ങനെയല്ല, അവരൊരു കടുകേ പറയുള്ളൂ, അതിലൊരു കടലുണ്ടാവും. അപ്പോൾ അതിനാണ് സൂത്രം എന്ന് പറയുക. സൂത്രരൂപം സൂത്രങ്ങളൊക്കെ പ്രസിദ്ധങ്ങളായ 4 സൂത്രങ്ങളുണ്ട്. വേദാന്ത ശാസ്ത്രത്തിലാണെങ്കിൽ അതിന് ബ്രഹ്മസൂത്രം, ഭക്തിക്കാണെങ്കിൽ നാരദ ഭക്തി സൂത്രം, പിന്നെ ധ്യാനത്തിനാണെങ്കിൽ പതഞ്ജലിയുടെ സൂത്രം. കർമ്മത്തിന് അങ്ങനെ ഒരു സൂത്രം ആയിട്ടില്ല, എങ്കിലും കർമ്മയോഗത്തിൻ്റെ സൂത്രമായിട്ടാണ് ഗീതയെ കണക്കാക്കുന്നത്. ആചാര്യവിനുഭവ ഇതിനെ 108 സൂത്രങ്ങളിലാക്കിയിട്ടുണ്ട്.
വായി നോക്കേണ്ടത് നന്നായിട്ടുണ്ട്. ഇത്രയുള്ളൂ, അടുത്ത കാലത്താണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി ആദ്യ ശ്ലോകം തന്നെ. അശോച്യാനന്വശോചത്വം പ്രജ്ഞാവദംശ്ച ഭാഷസേ ഗതാസൂന് അഗതാസൂന് ച നാനുശോചന്തി പണ്ഡിത. 10ാം അധ്യായത്തിൽ ഭഗവാന്റെ വിഭൂതി പറയും. ആരാണ്? ഒരു പാണ്ഡവന്മാരിലെ അർജുനനാണ്, നാഗങ്ങളിലെ ആനന്ദനാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അക്ഷരങ്ങളിൽ ഞാൻ അകാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിരിക്കുന്നു ഈ ഗീത തുടങ്ങുന്നത് അകാരത്തോടുകൂടിയാണ്. പിന്നെ അശോച്യാനന്വശോചത്വം പ്രജ്ഞാവദംശ്ച ഭാഷത്തെ. അതാണ് ദുഃഖിക്കപ്പെടാൻ അവകാശമില്ലാത്ത ആളുകളെ പറ്റി നീ ദുഃഖിക്കുന്നു. അതെ, 2 തരക്കാരെ പറ്റി ദുഃഖിക്കാനില്ല. ഗതാസൂന് അഗതാസൂന് അനുശോചന്തി പണ്ഡിത. സൂന് ച സത്ത്, ഗച്ഛതി പോവുക. സൂന് പോവുക വെച്ചാൽ സത്ത് പോവുക. ആ വാക്ക് എന്നാണ് മലയാളത്തിലുള്ള ചത്ത് പോവുക എന്ന വാക്ക് വന്നത്. അതായത് അല്ല, ചത്തതല്ല, സത്ത് പോയി എന്നാ. സത്ത് പോയി, അത് മലയാളിയിലാണ്. നമ്മുടെ ചത്ത് പോവുക എന്നുള്ളത് സത്ത് പോവുകയാണ്. അതുമാതിരി തന്നെ സത്ത് പോവാത്തവരെ, മരിക്കാത്തവരെ, അങ്ങനെ 2 തരക്കാരേ ഉള്ളൂ. ഒന്ന് മരിച്ചു പോയവർ, 2 മരിച്ചു പോവാത്തവർ. അതിന് അർത്ഥം ഒന്ന് മാറി പറഞ്ഞു നമ്മൾ. ഒന്ന് മരിച്ചു പോയവർ, 2 മരിക്കാൻ പോണവർ. അങ്ങനെ 2 ആളെ ഇവിടെ ഉള്ളൂ അല്ലേ. നമ്മളൊക്കെ മരിക്കാൻ പോണവർ, മറ്റവരൊക്കെ മരിച്ചവർ. 3ാമത്തെ തരക്കാർ ഇവിടെ ഇല്ല. എല്ലാവരും മരിക്കാനാണ് പോണത്. ജനിച്ച അന്ന് നമ്മൾക്ക് മരിക്കാൻ തുടങ്ങി. മറ്റവരങ്ങനെയെല്ലാം ആ മരിക്കൽ കഴിഞ്ഞു, ഇനി അവർ ജനിക്കാൻ ക്ഷമാണ്. അവരേ ഉള്ളൂ. അശോച്യാൻ അന്വശോചത്വം പ്രജ്ഞാവ. നീ 2 ആളെ പറ്റിയിട്ടും ദുഃഖിക്കാൻ കാര്യമില്ല. കാരണം ദുഃഖിച്ചിട്ട് കാര്യമില്ല. മരിച്ചു പോയാരെ പറ്റി ദുഃഖിച്ചാൽ അവർ മടങ്ങി വരെങ്കിൽ ദുഃഖിക്കാം, അത് വലിയ ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തിനാ ദുഃഖിക്കണം? പിന്നെ മരിക്കാൻ പോകുന്ന ആളുകളെ വിട്ട് നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല, മരിക്കാനിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും കാര്യമില്ല. അപ്പോൾ വിഷമമുള്ള ഒരു സാധിക്കുന്നൊരു കാര്യമാണെങ്കിൽ അത് രസമുണ്ട്. മറ്റേതാണെങ്കിൽ യാതൊരു കാര്യവുമില്ല, കാര്യമില്ല, അതുകൊണ്ട് ജീവിക്കാൻ പാടില്ല എന്ന് പറയണേ. ഇതെന്താന്നുള്ളത് ഇനി 3 ശ്ലോകങ്ങളെ കൊണ്ട് 16, 17, 18 ഇതിന് വിവരണം വരുന്നുണ്ട്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. നത്വേവാഹം ജാതു, ഞാൻ മരിച്ചിട്ടില്ല എന്നില്ല. ഞാനുണ്ട്. നീയും മരിച്ചിട്ടില്ല എന്നില്ല, ഉണ്ട് നീയും ഉണ്ട്. ഈ രാജാക്കന്മാരും മരിച്ചിട്ടില്ല എന്നല്ല, അവർ ഉണ്ട്. അങ്ങനെ 3 തരത്തിലേ ഉള്ളൂ: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അങ്ങനെ അതിന് ഭഗവാനെ പറ്റി പറഞ്ഞു, അർജുനെ പറഞ്ഞു. ഇവരാരും തന്നെ എന്ത് ചെയ്യുന്നു? ഇവരൊന്നും ജനിച്ചിട്ടുമില്ല, മരിക്കൂല്ല, ഇപ്പം ഉണ്ട്, ഇനിയും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിൽ ദുഃഖിക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. കാരണം ഈ സമയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാപേക്ഷമാണ്. ആദി അന്തം എന്ന് പറയും നമ്മൾ, 2 എണ്ണം ഉണ്ടല്ലോ. അതിന് നടുക്കിലാണല്ലോ മധ്യം. ആദി, മധ്യം, അന്തം. അപ്പോൾ ഈ ആദി, മധ്യം, അന്തം എന്ന് വന്നാൽ അത് സാപേക്ഷ അപേക്ഷിക്കും. കാരണം തുടങ്ങണതിൻ്റെ മുമ്പേ എന്തിനെങ്കിലും അപേക്ഷിച്ചിട്ടല്ലേ തുടങ്ങി വയ്ക്കൂ. അതുമാതിരി അവസാനിക്കണമെങ്കിൽ എന്തെങ്കിലും അപ്പുറത്തുണ്ടായിട്ടല്ലേ ഇവിടെ അവസാനിക്കി വയ്ക്കൂ. സാപേക്ഷങ്ങളൊന്നും ഉള്ളതല്ല, ഉണ്ട് എന്ന് തോന്നുന്നതാ. ഇപ്പം നമ്മുടെ രാവ് പകൽ വളരെ വ്യക്തമായിട്ട് ശ്രമിക്കാം. രാത്രിയും പകലും ഉണ്ടെന്നാണ് നമ്മൾ തോന്നൽ. ഇല്ല, വാസ്തവത്തിൽ രാവും പകലൊക്കെ ഭൂമിയിലേ ഉള്ളൂ. സൂര്യനിൽ രാവുമില്ല, പകലുമില്ല. ഭൂമി കടന്ന് തിരിയുമ്പോൾ നമുക്ക് രാവും പകലുണ്ടെന്ന് തോന്നുക, അല്ലാതെ വാസ്തവത്തിൽ. മാത്രമല്ല, എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല ഇരുട്ട് വെളിച്ചമാണോന്നോ രണ്ടുള്ളത്. വെളിച്ചത്തിന് ഒരു സ്രോതസ്സുണ്ട്, സൂര്യൻ. അങ്ങനെ ഇരുട്ടിന് ഒരു സ്രോതസ്സ്. എവിടുന്നാ ഇരുട്ടുണ്ടായത് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഇരുട്ട് വിപരീതമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇരുട്ട് വെളിച്ചം അല്ല. കാരണം വെളിച്ചത്തിൻ്റെ അഭാവത്തിന് പേരാണ് ഇരുട്ട്, അല്ലാണ്ട് ഇരുട്ടെന്നൊരു സാധനം ഇല്ല. കാരണം സൂര്യനിൽ ഇരുട്ടില്ല. ഈ സാപേക്ഷതയെ പറ്റി പറയുമ്പോൾ
നമ്മൾ ഈ പുറത്ത് സാധനങ്ങൾ ബാഹ്യ സാധനങ്ങളൊക്കെ കാണുമല്ലോ. ബാഹ്യ സാധനങ്ങളൊക്കെ കണ്ടാൽ പോരാ, അത് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കും കൂടിയും ചെയ്യുമ്പോഴേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഞാൻ സങ്കല്പിക്കുന്നില്ലെങ്കിൽ അവ ഇല്ല. അതുമാതിരി തന്നെ ഞാൻ സങ്കല്പിച്ചു ബാഹ്യപദാർത്ഥങ്ങളൊന്നും ഇല്ല വെച്ചാലും പറ്റില്ല. അവ പരസ്പരം ബന്ധപ്പെട്ടാണ് സങ്കല്പങ്ങളും ബാഹ്യപദാർത്ഥങ്ങളും. ഇത് സാപേക്ഷമാണ്. എന്താ ഈ സാപേക്ഷത്തിൻ്റെ രസികത്വം എന്ന് പ്രത്യേകിച്ചാൽ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് അണ്ടിയോ മൂത്തതോ മാവോ മൂത്തത്. പിന്നെ ഉത്തരമില്ല. അണ്ടിയല്ല മൂത്തത്, മാവുമല്ല മൂത്തത്, ബീജം അല്ല, അണ്ടിയില്ല. ഭൂമിയിലാണ് ഇതൊക്കെ ഉണ്ടായത്. അതെ അതെ, ന്യായുണ്ട്. അപ്പം അതുപോലെ സാപേക്ഷത്തിന് രണ്ടെണ്ണം എന്തൊക്കെയാ പറയുന്നത്? ഒന്നൊരു ബാഹ്യ പദാർത്ഥമാണ്, രണ്ട് ആ പദാർത്ഥങ്ങൾ ഇന്നതാണെന്ന് നമ്മൾ സങ്കല്പിക്കും വേണം. ഒരേ പദാർത്ഥം തന്നെ ഒരാളെ ശത്രുവായിട്ടും ഒരാളെ മിത്രമായിട്ടും ആൾ ബാഹ്യവസ്തുണ്ടെങ്കിലും സങ്കല്പം കൊണ്ട് രണ്ടാമല്ലോ കാണാൻ. മൂന്നാമത്തെ ആൾക്ക് ഏതോ ഒരാളൊന്നും ഉണ്ട്. അപ്പോൾ ആളൊന്നും ചെയ്തിട്ടില്ല. വസ്തുവല്ല, സങ്കല്പമാണ് സ്നേഹിതനും ശത്രുവും ഉദാസീനും ഒക്കെ ആക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ? ആ ആളില്ലാണ്ട് സങ്കല്പിക്കാമില്ല. സങ്കല്പമില്ലെങ്കിൽ എന്താ ആളെപ്പറ്റി പ്രശ്നവുമില്ല, സങ്കല്പിക്കുന്നില്ലെങ്കിൽ. ഇത് രണ്ടുമല്ല, ഇവയ്ക്ക് രണ്ടിനും നിലനിൽക്കാൻ പറ്റുന്ന ഒരാശ്രയമുണ്ട്. അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ പൂർണ്ണത. അത് വന്നാൽ പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഇതൊക്കെ സാങ്കല്പിക്കുകയാണെന്ന് പറയണം. സങ്കല്പത്തിന് സങ്കല്പിക്കുമ്പോണ്ട്, സങ്കല്പിക്കൽ കഴിഞ്ഞാലില്ല. അടുത്ത തുടർന്നു. ദേഹിനേസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്രന്ന മുഖ്യതി. ദേഹിന ദേഹം കൊടുത്ത ആള്. ദേഹിനേസ്മിൻ യഥാദേഹി. നമ്മുടെ ഒരു ദേഹി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അവർക്ക് എന്തുണ്ട്? ഇപ്പോൾ ശരീരം ആണ് നമുക്കറിയാം, ജനിച്ചത് നമുക്ക് ഓർമ്മയില്ല, എങ്കിലും കണ്ടവരുണ്ടല്ലോ ജനിച്ചു തരം. അത് കഴിഞ്ഞാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്ക്, ജര, ഇതൊക്കെ അങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ ഞാൻ മാറിയിട്ടുണ്ടോ? ആ ഏതൊരു ബാല്യത്തിലുള്ള ഞാൻ തന്നെയാണോ? അതാണല്ലോ ഇപ്പോൾ ഈ വൃദ്ധനായിട്ട് ഞാനും. എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ മാറിയെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അപ്പം എന്തേ മാറിയിട്ടുള്ളൂ? ശരീരേ മാറിയിട്ടുള്ളൂ, ഞാൻ മാറിയിട്ടില്ല. അതെ, ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഈ മാറ്റം കാണാൻ സാധിച്ചത്. ഞാൻ മാറാതെ സ്ഥിരമായിട്ട് നിൽക്കൊണ്ടാണ് ഈ മാറ്റങ്ങൾ എന്നിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ മുമ്പ് കുറെ മോശക്കാരനായിരുന്നു, അപ്പം നല്ലവനാണ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഞാൻ കാണണമല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാവുക? അപ്പോൾ എൻ്റെ മോശത്തിനും നല്ലതുമൊക്കെ എൻ്റെ മനസ്സാ മാറിയത്. ഞാൻ പണ്ട് അങ്ങനെ വേണ്ടാത്തൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയല്ല, സത്യം ധർമ്മമായിട്ട് ഇരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ മനസ്സാ മാറിയത്. ഞാൻ മാറിയില്ല, ആ മനസ്സിനെ ഞാൻ കാണുന്നു. അതുപോലെ ഇവരെ ഈ രാജാക്കന്മാരും നീയും ഞാനും, അപ്പോൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഉണ്ടല്ലോ, ഇവരൊന്നും മരിക്കലും ജനിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല അർജുന. നിനക്ക് വെറുതെ തോന്നുകയാണ്. കാരണം ആത്മാവിന് മരിക്കാനും ഇവിടെ ശരീരം എന്ന് വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ 18 ശ്ലോകത്തിൽ ആത്മാവ് എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചില്ല ഭഗവാൻ. കാരണം ഇനി അതൊരു വിഷമം ഉണ്ടാക്കേണ്ട വെച്ചിട്ട് എന്താ സംശയം ഉണ്ടാവില്ല. ശരീരം ഇതെല്ലാവർക്കും അറിയും. ഇതെൻ്റെ ശരീരമാണെന്നും അതിൽ ഞാനുണ്ട്, ശരീരം ഒന്നുണ്ട് എന്നുള്ളതും അറിയാത്തവരാരുമില്ല. ഏത് സാധാരണക്കാരനും അറിയും. അത്രയും മനസ്സിരുത്തിയാണ് ഭഗവാൻ അത് തന്നെ പറയും. ദേഹാന്തരപ്രാപ്തി ധീരസ്തത്രന്ന മുഖ്യതയും. ഇങ്ങനെ വന്ന് അത് കഴിഞ്ഞാൽ മരണം, അത് കഴിഞ്ഞാൽ പിന്നെ ജനനം. ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിൽ പോകുമ്പോൾ ആദ്യം മുകളിലേക്ക് വരും, അത് കഴിഞ്ഞാൽ കിഴിപ്പിട്ട് വരും, ഈ കിഴിപ്പിട്ട് വന്ന് പിന്നെയും മുകളിലേക്ക് വരും. അപ്പോൾ ഇതിന് അവസാനമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവർ എങ്ങനെയാണ് മരിച്ചോട്ടെ, പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ ആദ്യം ജനിക്കും, പിന്നെ നീയും ജനിക്കും, അല്ലെ ഞാനും മരിക്കും. അത് ഭഗവാന്റെ ശരീരം, ഭഗവാൻ മരിക്കുന്നില്ലല്ലോ, ശരീരത്തിലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ, ഈ ചുറ്റുള്ള കാര്യത്തിൽ പരിഭ്രമിക്കേണ്ടത് യാതൊരു കാര്യവുമില്ല എന്ന് പറയണം. പിന്നെ പറയുന്നു, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപ അയിനോ അനിത്യം താൻ തിരിച്ചു ഭാരത. പഴയ വാക്കിൽ ഉള്ള പ്രധാനത, ഇപ്പോൾ സാധനങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം. ആറ്റം എന്നൊന്നുണ്ടല്ലോ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഫാരഡേ എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞൻ്റെ ഇതാണ് പഠിച്ചത്. അന്ന് ഏറ്റവും അവസാനത്തെ ഒരു വസ്തുവിൻ്റെ ഇത് അണുവാണെന്നാണ്. അണുവിനെ വിഭജിക്കാൻ പറ്റില്ല എന്നായിരുന്നു അന്നത്തെ ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രം മാറിയപ്പോൾ അണു വിഭജിക്കാനായി. ആറ്റം ബോംബൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ 3 വേറെ കാണുന്നത്.
അവർ കിടന്ന് തിരിയാണ്. ഇനി അതെന്താ അന്വേഷിക്കുക. അപ്പോൾ ശാസ്ത്രം ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ അറിവ് പുരോഗമിക്കുന്നതാണ്. ശാസ്ത്രമൊന്നും പുതു കണ്ടുപിടിക്കുമ്പോൾ ഇനി ഇപ്പോൾ കണ്ടിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ 3 കിടന്ന് തിരിയാണെങ്കിൽ അതിൻ്റെ സ്ഥലമാണല്ലോ, അതെന്താണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ പറയണത് ഈ ശാസ്ത്രത്തെ പറ്റിയിട്ട് ഇൻഎക്സ്പ്ലിക്കബിൾ, ഇതെന്താന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇവിടെ മായയെ പറ്റിയിട്ട് ഞാൻ കുറച്ച് മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ വായിച്ചു. മായയ്ക്ക് 3 നിലവാരമുണ്ട്. ഒന്ന്, മായ ശരിയാണെന്ന് വിചാരിക്കണം നമ്മളെ പോലുള്ള ആളുകൾ. അപ്പോൾ നോക്കത്തുണ്ടാവും സുഖദുഃഖങ്ങളും പരിഭ്രമങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലേ? അതിൽ സുഖം ഉണ്ടാവും, കുറച്ച് ദുഃഖം ഉണ്ടാവും. മായ ശരിയാവുന്നവർക്ക് അങ്ങനെയാണ്. യുക്തി പ്രകാരം എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് അന്വേഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെ വെറുതെ ഇത് പോരാ. അവർ കാണുമ്പോൾ യുക്തി ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അതിനൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അവരിപ്പോൾ പറയണത് ശാസ്ത്രജ്ഞന്മാർ, ശങ്കരാചാര്യ പണ്ട് പറഞ്ഞതാണ്, മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, അതല്ലാത്തതിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ പാമ്പാണോ? പാമ്പല്ല, കയറാണ്. പക്ഷെ പാമ്പല്ലേ കാണണമല്ലോ, പാമ്പില്ല എന്ന് പറഞ്ഞില്ല. കാണുന്ന പാമ്പ് പാമ്പല്ല, കയറാണ്. ഇതാണ് മായ. അല്ലാണ്ട് പാമ്പില്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ പാമ്പിനെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ല പറയാം. ആ കാണുന്ന പാമ്പ് പാമ്പല്ല, കയറാണ്. അതാണ് മായ എന്ന് പറയുന്നത് ശങ്കരാചാര്യ. ഇവിടെ ഇതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ ഇതിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞു പറയുക, സയൻസുകാർ ഇതിനെ പറ്റി ഈ നേച്ചർ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനൊരു അവസാനമില്ല എന്ന് പറയണ കൂട്ടരാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ അങ്ങനെയാണല്ലോ, മായയെ കീഴടക്കിയുള്ളൂ. അവർക്ക് മായയില്ല, കാരണം അവർ ഇതിൻ്റെ തത്വം പറഞ്ഞു, ഏകത്വം. അങ്ങനെ 3 തരക്കാരുണ്ട്. മായയ്ക്ക് അധീനപ്പെട്ടവർ നമ്മളൊക്കെ, മായ എന്താണെന്ന് അന്വേഷിക്കുന്ന കൂട്ടർ, മായയെ കീഴൊതുക്കര്. അപ്പോൾ അവർക്ക് മായ എന്ന് പറഞ്ഞാൽ തുച്ഛം. മായ അവരും കാണേണ്ടതൊക്കെ, പക്ഷെ അവർക്ക് തുച്ഛ സാരമില്ല. അവർക്ക് മനസ്സിലായി. ഞാൻ ഭാഗവതത്തിൽ നിന്ന് 2 കഥ പറയാം മായയെ പറ്റിയിട്ട്. ഒന്ന്, നാരായണ മഹർഷി എന്നൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മായ എന്നുള്ള പോലെ വിലേശമില്ല. അദ്ദേഹത്തിൻ്റെ അടുക്കൽ തപസ് ചെയ്യുമ്പോൾ ഈ ഇന്ദ്രൻ എപ്പോഴും ഈ പല ആഗ്രഹമുള്ള ആളാണല്ലോ, നമ്മളെ പോലെ തന്നെ ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഈ നാരായണ മഹർഷി ഒക്കെ തപസ് ചെയ്യുന്നത് തൻ്റെ രാജ്യം പിടിക്കാനായിരിക്കും എന്നൊക്കെ പരിഭ്രമമായിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അപ്സര സ്ത്രീകളെയും കൊട്ടും വാണിതൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് ഇദ്ദേഹത്തിനെ തപസ് അളക്കാൻ അവർ വന്ന് ഇതൊക്കെ പല കൊട്ടും കാണുക. നാരായണ മഹർഷി നോക്കി നിരുന്നതൊക്കെ ഇവരുടെ എല്ലാ കൊട്ടും പാട്ടുമൊക്കെ കഴിഞ്ഞു. ഒരു ശബ്ദമില്ല, അനക്കല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അനക്കാനേ സാധിക്കില്ല, പൂർണ്ണനാണ്. പിന്നെ എന്തിനാ മനസ്സനങ്ങണ്? അപ്പോൾ അവർക്ക് ഭയമായി. അവർ അങ്ങോട്ട് പോവാൻ ഭവിക്കുക. അപ്പോൾ നാരായണ മഹർഷി കൊണ്ട് എങ്ങടാ പോകണം, വരും ഇവിടെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 2 തരക്കാരെ ഇതേവരെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ള കേമന്മാർ. ഒന്ന് തപസ്സൊക്കെ ചെയ്യും, വളരെ കേമൊക്കെ ആയിട്ടിരിക്കും. ഞങ്ങൾ വന്നിട്ട് കാട്ടും പൊളിയൊക്കെ കഴിഞ്ഞാൽ തപസ്സൊക്കെ പോയിട്ട് ഞങ്ങളെ കല്യാണം കഴിക്കുകയുള്ളൂ. പക്ഷെ അവർക്കൊരു ഗുണമുണ്ട്, അത് കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണം കഴിക്കാനും സുഖമായിട്ട് ജീവിക്കാമല്ലോ. വേറെ വിട്ടിട്ടുണ്ട്, അതിലും മോശം പറഞ്ഞു. അവരെന്താ വെച്ചു, ഇങ്ങനെ വന്നാൽ ഞങ്ങളെ അങ്ങോട്ട് ശപിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ട ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷേ ഇദ്ദേഹം എടുത്ത പണി ഒക്കെ വെറുതെ പോവുകയും ചെയ്തു. ഇദ്ദേഹത്തിന് നഷ്ടം, ഞങ്ങൾക്ക് നാശം. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ ശപിക്കണമില്ല, ഞങ്ങളെ സ്വീകരിക്കണമില്ല. ഇതൊന്നൊരു അത്ഭുതമാണ്. അതാണ് മായ എന്നത്. എങ്ങനെയാലും നിങ്ങൾ വന്നില്ലേ, ഒരു കാര്യം ചെയ്യും, എന്നെ ശുശ്രൂഷിക്കണ ഒരു 5-10 സ്ത്രീകളുണ്ട് ഇവിടെ ഉള്ളവരാണ്. ഞാൻ അവരെ വിളിക്കാം, അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് പോക്കോളൂ, ഞാൻ കാണാൻ മതി. അവരെ കണ്ട് വിളിച്ചു പോകാൻ. അപ്പോൾ അവരെ 8-9 സ്ത്രീകൾ കൊണ്ട് വന്നു. അവരെ കണ്ടപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ വല്ലാത്ത നാണായി. കാരണം അതിസുന്ദരി എന്ന് പറഞ്ഞാൽ ഇതിലും മേലെ സൗന്ദര്യം അവർ ലോകത്ത് കണ്ടിട്ടില്ല. അങ്ങനത്തെ 9 ആൾ ഇദ്ദേഹത്തിനെ പരിചരിച്ചിട്ട് ഇദ്ദേഹത്തിന് ലെവലേശം കാമ്പുണ്ടാവാത്ത ആളായിരിക്കുന്ന ആൾ. പിന്നെ നമ്മൾ ഈ കാണിച്ച ഗോഷ്ടി കെട്ടിയിട്ട് എന്താ കാര്യം സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു, ശരി എന്തായാലും നിങ്ങളൊരു കാര്യം തൊള്ളു, ഇന്ത്യൻ്റെ ഇടയ്ക്കല്ലേ, ഇതൊന്നും ഒരാളെ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവർ മേടിച്ച ആ സ്ത്രീയുടെ പേരാണ് ഉർവശി. ഓ, അവളൊരു ഉർവശിയാവുന്നില്ലേ? ഈ നാരായണ മഹർഷി കൊടുത്തതാ ആർക്ക്? ഇന്ദ്രനെ ഉർവശി. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കഥയുണ്ട്. അപ്പം എന്താ അത് പറയാന്ന് വെച്ചാൽ, മായ ബാധകല്ല ആൾക്ക്, ഈ മഹാത്മാക്കൾക്ക് അവർക്ക് മായ ബാധകയല്ല. പിന്നെ അതേ അത്ര തന്നെ നാരായണ മഹർഷി പോലില്ല. പിന്നെ അത് 2ാമത്തെ ഒരാളുടെ പേരാണ് മാർക്കാണ്ഡേയ മഹർഷി. മാർക്കാണ്ഡേയ മഹർഷി ഇങ്ങനെ തപസ് ചെയ്യണം. എന്തെങ്കിലും ആരെങ്കിലും തപസ് ചെയ്താൽ അപ്പം പരിഭ്രമം ഇന്ദ്രനാണ്, അയാളെ പറ്റി എന്തെങ്കിലും പോകുമെന്ന് ചോദിച്ചിട്ട് അവിടെ വന്നു. കുറേ നേരം ഇവർ സ്ത്രീകൾ മനസ്സ്, ഇന്ദ്രൻ എന്നുള്ളതിൻ്റെ പേരെന്നെ മനസ്സെന്നാണ്. പലതരം മാറുന്ന ആളാണല്ലോ. ഇവിടെ വന്ന് പലതും കാട്ടി
നാരായണ മഹർഷിയെ പോലെയല്ല. ഇതൊക്കെ കണ്ടു മഹർഷി. കുറെ കഴിഞ്ഞ് കൊട്ടും മണ്ണുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർ പോയി ആ പൊക്കോ വെച്ചു. വരും ഞാനൊരു കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. മറ്റേത് നാരായണ മഹർഷി കുറേ കൂടി മേലെയാണല്ലോ. ആ പോയി. ഇത് കേട്ടപ്പോൾ നാരായണ സാക്ഷാൽ ശ്രീനാരായണന് സന്തോഷം തോന്നിയിട്ട് അദ്ദേഹം മാർക്കാണ്ഡേൻ്റെ പുറത്ത് വന്നു. അപ്പോൾ കണ്ണു തുറന്നു, ഭഗവാനെ സ്തുതിച്ചു. ഒരു എന്താ വരം വേണ്ടത്? വരമൊന്നും വേണ്ട. എന്താ അദ്ദേഹത്തിനൊരു തമാശ പറഞ്ഞത്, ഞാൻ ഈ മായ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എന്താ ശീലമില്ല അത്, അതൊന്ന് കണ്ടാൽ തിരക്കിടില്ല എന്ന് പറയും. നമ്മൾ മായ കിടന്ന് പൊങ്ങുക, ഇവിടെ മായ എന്താണെന്ന് അറിയാത്ത ഒരാൾ, എന്നിട്ട് അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ തിരക്കില്ല പറയും. അത് സദാവസ്തു അറിയാം എന്ന് പറഞ്ഞേ അങ്ങ് പോയി ചെയ്തു. ഹിമാലയത്തിൽ പുഷ്പഭദ്ര എന്നുള്ള ഒരു കൊടിമുട്ട മുകളിലായിരിക്കുന്ന അദ്ദേഹം തപസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഭാഗവതം വളരെ മനസ്സിരുത്തി പറയാം. പെട്ടെന്ന് ലേശം ഭഗവത് സ്മരണ ഒന്നും അങ്ങോട്ട് ഇല്ലാണ്ടായി. എപ്പോഴും ഭഗവത് സ്മരണയിലായിരിക്കുന്നത്, അരനിമിഷം ഭഗവത് സ്മരണ ഇല്ലാണ്ടായി. ആ ഭഗവത് സ്മരണ ഇല്ലാണ്ടായി അപ്പോൾ മായക്ക് കയറാമല്ലോ. അന്ന് ഭഗവാൻ സ്മരണ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കുമ്പോൾ ഈ മായക്ക് കയറുമല്ലോ, സാപേക്ഷല്ലേ. കണ്ണൊന്ന് അടച്ചുള്ളൂ, ആ മായ കയറി. അപ്പോഴേക്കും കാറങ്ങനെ വന്നെന്നറിഞ്ഞു. മഴക്കാർ കൂരിട്ട് അതിഗംഭീരമായിട്ട് ഇടിയും മഴയും, എന്തൊന്നില്ലാത്ത മഴ. കുറേ നേരം മഴ പെയ്തപ്പോഴേക്കും സമുദ്രങ്ങൾ കയറി വെള്ളം കയറി വരിക. കയറി വരുന്നു. ഹിമാലയത്തിൻ്റെ അടുത്തേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞ് എന്തിനു പറയണു, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അവിടേക്ക് വരെ വെള്ളം നോക്കി. മറ്റൊക്കെ മുങ്ങി വെള്ളമായി, നിലയില്ല. അപ്പോൾ നീന്തൽ തുടങ്ങി. ഇതേ ഇരിക്കുന്ന സ്ഥലമൊക്കെ മുങ്ങി. നോക്കിയ സമയത്ത് 4 ഭാഗത്തും വെള്ളം മാത്രം, വേറെ യാതൊന്നുമില്ല, പ്രളയം തന്നെ. അങ്ങനെ നീന്തുന്ന സമയത്ത് ഒരു മത്സ്യം അദ്ദേഹത്തിനെ പിടിച്ചു. അത് മുണുങ്ങി. അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വേറൊരു ശരീരം എടുത്തിട്ട് വേറെ ദിക്ക് ജനിച്ചു. അപ്പം ആ ശരീരം മരിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം മരിക്കലും ജനിക്കലും കഷ്ടപ്പാടിലും പിടിക്കലും കടിക്കലും ഒക്കെ കഴിഞ്ഞ് എന്തെന്നില്ലാത്ത വിഷമം, എന്താ ഭഗവാൻ ഇത്, ഇനി എന്താ ജീവിക്കേണ്ടത് എന്ന് നോക്കണമെങ്കിലാണെങ്കിൽ വെള്ളം. അങ്ങനെ ഇരിക്കുമ്പോൾ വടക്ക് ഭാഗത്ത് നോക്കി. അവിടെ ഒരാലിൻ്റെ ഇല. അവിടെ ആ ആലിൻ്റെ ഇലയിൽ ഒരു ചെറിയ കുട്ടി തന്നെ പേരുവേലയിൽ ഇങ്ങനെ കുടിച്ച് കിടക്കണ മാതിരി കണ്ടു. അപ്പോൾ അതിന് പറഞ്ഞു അവിടെ നിലം ഉണ്ടാവണം, അല്ലെങ്കിൽ ആലുണ്ടല്ലോ, അപ്പോൾ അല്ലെങ്കിൽ സാധിക്കില്ലല്ലോ വെള്ളം ഉണ്ടെങ്കിലും. അങ്ങോട്ട് പോവാൻ ചെന്നു. അവിടെ ചെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് എത്താറായി. അടുത്തേക്കാണ് എത്തിയപ്പോൾ ആ കുട്ടിയുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടി ഈ കൊതു കിടക്കണ പോലെ അദ്ദേഹം അറിയാൻ പോയി. അത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആ പുഷ്പഭദ്ര, അദ്ദേഹത്തിൻ്റെ ആശ്രമം, രാജ്യം, പല കാര്യവും എല്ലാം അവിടെ ഉണ്ട്. ഇതെന്തൊരു അത്ഭുതം വെച്ചു. അങ്ങോട്ട് വിചാരിക്കുന്നതിനുമ്പോൾ മറ്റേ മുക്കൂടി ഇട്ടൊന്ന് പതുക്കെ ഒന്ന് വെള്ളത്തിലേക്ക് വിടും. അപ്പോൾ അടുത്ത സാധനം അകത്തേക്ക് പോയി. അങ്ങനെ അകത്തേക്ക് പോവുക, പുറത്തേക്ക് വരിക, അകത്തേക്ക് പോരുക. ഇതെന്തൊരാപത്താണ് അപ്പോൾ വെച്ചിട്ട് എന്തോ ഒരു ഇതുണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയൊന്ന് കണ്ടിട്ട് ആ കുട്ടിയുടെ കാലൊന്ന് പിടിച്ചു. അങ്ങനെ കുട്ടി കാലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കാലിൻ്റെ എത്ര രസമുള്ള സാധനം, കുട്ടികൾക്ക് തന്നെ വരൽ കടിക്കുമല്ലോ. അതായത് ആശ്രയം എന്താണല്ലോ, ഇത് സ്വീകരിച്ചാൽ പിന്നെ ദുഃഖമില്ല എന്ന് കാണിക്കാനായി ഈ കുട്ടി ഇങ്ങനെ കാണിക്കണത്. അവിടെ ചെന്ന് ആ കാലം എടുത്ത് തുറക്ക എന്നിട്ട് ഇട്ട് പിടിക്കാൻ നോക്കിയേ. അപ്പോൾ കണ്ണാൻ വെച്ചു അദ്ദേഹം. അപ്പോൾ ഒരു 2-3 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. അവൾ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ 2 സെക്കൻഡ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഈ പറഞ്ഞ കോടാനുകോടി കൊല്ലങ്ങളും കുലുക്കളൊക്കെ. അപ്പോൾ മനസ്സിലായി, ഇതല്ലേ ഈ മായ എന്നുള്ളത്. അയ്യോ അത്ഭുതമാണേ മായ എന്ന് പറഞ്ഞാൽ മതിയായി എന്ന് പറയുന്നു. ആ കഥ ലേശം പറയാൻ, നമ്മളിപ്പോൾ വെറും ഗീത പറയലല്ലോ, അല്ലെ, ഭാഗവതത്തിലെ രസമാണ്. അങ്ങനെ പോകുമ്പോൾ പരമേശ്വരനും പാർവതിയും മുകളിൽ കൂടി പോവാണ്. അപ്പോൾ പാർവതി പറഞ്ഞു, നമുക്ക് ഒരു മഹാത്മാവായിട്ടിരിക്കണം, നമുക്ക് അദ്ദേഹനെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചില വരമൊക്കെ കൊടുക്കാം. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, പാർവതി അദ്ദേഹത്തിന് വരമൊന്നും വേണ്ട, യാതൊരു ആവശ്യമില്ല. എങ്കിലും ഒരു കാര്യമുണ്ട്, അയം ഹി പരമോ ലാഭോ സാധൂനാം സാധു സംഗമം. ഭാഗവതം പറയണം, നല്ല ആളുകളെ പോയിട്ട് കണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അപ്പോൾ കണ്ണടച്ചിരിക്കാൻ അദ്ദേഹം ആ ശ്രീകൃഷ്ണ ഭാവമാണ് ഉള്ളിൽ. പെട്ടെന്ന് അദ്ദേഹം കണ്ണ് തുറക്കണില്ല. അപ്പോൾ പരമേശ്വരൻ ആ ശ്രീകൃഷ്ണ ഭാവമാണ് മാറ്റി. എന്നിട്ട് പരമേശ്വരൻ്റെ സ്വരൂപം ഉള്ളിലാവുന്നു. അപ്പോൾ മാർക്കാണ്ഡേയൻ ഇതെന്താ ഇങ്ങനെ ചന്ദ്രകലയും ശൂലും
ഈ മാൻതോലും ഒക്കെ അടുത്തുള്ളൊരു രൂപം വന്ന് കണ്ണു തുറന്നു. അപ്പോൾ പരമേശ്വരനാണ്. പിന്നെ അതിനെ സ്തുതിക്കും. കഴിഞ്ഞിട്ട് പറഞ്ഞു, വളരെ സന്തോഷമായി, എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ പറഞ്ഞു. അപ്പോൾ മാർഗാണ്ഡേയൻ പറഞ്ഞു, മതിയായി പറഞ്ഞു, ഒരു വരം ചോദിച്ചിട്ടുണ്ടായിട്ടുള്ള കുഴപ്പം പറയാതില്ല ഇതിലിടയ്ക്ക്. അതെ, ഇനി ഒരു വരം പെട്ടാൽ എനിക്ക് അവിടുത്തെ ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശിവൻ ഒരുപാട് വരം കൊടുത്തിട്ട് അവസാനം ഒന്നുകൂടി നോക്കും, അങ്ങനെയാണ് പുരാണങ്ങളിലെല്ലാം ആചാര്യൻ. ഇപ്പം മാർക്കണ്ഡേയനാണ് പുരാണ ആചാര്യത്വം കൂടി കൊടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ വെറും സങ്കല്പമാണ്. ഇവിടെ ശ്ലോകത്തിനാണ്, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ ആപായനോ അനിത്യം താൻ തിദിക്ഷസ്തു ഭാരത. മാത്ര നിന്നൊക്കെ ഇതൊക്കെ വന്നത് മോളിക്കൂൾ. അത് മാത്രാസ്പർശാസ്തു കൗന്ദേയ, അത് വന്ന് മുട്ടണം. ഇപ്പോൾ വിഷയം പുറത്ത് നിൽക്കുക നമ്മൾ വിടുന്ന അതിനെ വലിയ ബോധമില്ല. എങ്ങനെ വേണം? സംസ്പർശജ ഭോഗ എന്ന് പറയും 5 സ്പർശനമാണ്. ഇപ്പോൾ അതെ, നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഞാൻ എവിടേക്ക് നോക്കിയിരിക്കുകയാണ്, കണ്ണു തോന്നണ്ടാണെങ്കിൽ നിങ്ങൾ എന്തിലേ പോയാൽ ഞാൻ കണ്ടു എന്ന് വരില്ലേ ചിലപ്പോൾ. അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയാറില്ലേ നമ്മൾ കണ്ടിട്ട്. അതുമാതിരി എന്തെങ്കിലും വയ്ക്കുമ്പോൾ പലതും കേട്ടില്ല. ഈ ചെവിയും ഇതും മനസ്സും കൂടി യോജിക്കണം. അപ്പോഴേ എത്രയോ പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 12 മിനിറ്റ് അടിക്കും, അറിയില്ല. 1 മണിയായി 12 അടിച്ചില്ലേ എന്നൊക്കെ തോന്നും. പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖദ. വളരെ മനസ്സിരുത്തിയാണ്. ശീതം ഉഷ്ണം എന്നുള്ളത് രണ്ടും ശരീരത്തിനാ, ശരിയാണ്. സുഖം ദുഃഖം എന്നുള്ളത് മനസ്സിനാ. അപ്പോൾ ഒരാൾക്ക് നല്ല തണുപ്പ്, എന്തൊരു തുയരക്കടാന്ന് പറയാം, അയാൾക്ക് ദുഃഖമാവാം. ഒരാൾക്ക് നല്ല തണുപ്പ്, ഒന്ന് പുതച്ച് കിടക്കാം, സുഖമായി. അപ്പോൾ ശീതം തന്നെ ഒരാൾക്ക് സുഖവും ഒരാൾക്ക് ദുഃഖം. അതുമാതിരി ഉഷ്ണം ഒരാൾക്ക് ഇഷ്ടമാവാം, ഒരാൾക്ക് ഇഷ്ടമല്ലാണ്ടാവാം. അങ്ങനെയുണ്ട് മനസ്സ്. ഈ മനസ്സിൻ്റെ ഒന്ന് കാര്യം വേറെ, പ്രകൃതിയുടെ കാര്യമാണ് ഒരേ കാര്യം തന്നെ മനസ്സിന് ഫലത്തിൻ്റെ ആവാം. ശീതം ആഗമ അപായം, അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ത്? ഈ സുഖദുഃഖങ്ങളൊക്കെ. അവന് താൻ അവയെ തിദിക്ഷസ്വ, അതിനെ സഹിക്കുന്നല്ല. തിദിക്ഷ എന്നുള്ളതിന് വെറുതെ സഹിച്ചാൽ പോരാ, ആവലാതി കൂടാതെ സഹിക്കുക എന്നാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മളൊക്കെ സഹിക്കാറുണ്ട്. വന്നതൊക്കെ സഹിക്കാല്ലാണ്ട് നിർത്തിയില്ലല്ലോ, മറുപൂർത്തിയില്ല. ആവലാതിപ്പെടും ചെയ്യും, സഹിക്കുകയും ചെയ്യും, അല്ലേ? ഭഗവാൻ പറഞ്ഞത് ആവലാതിപ്പെടാതെ ഒരിക്കലും നോക്കാമല്ലോ. അതിപ്പോൾ നമുക്ക് ഒരു നഷ്ടം വന്നു, ആവലാതിപ്പെട്ട നഷ്ടം തീരൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തുണ്ട്? നഷ്ടം വന്നു, ശരി, എന്തായാലും പറ്റേ സാരില്ല എന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെയല്ല ഇവിടെ. കാരണം തിദിക്ഷസ്വ എന്നുള്ള പ്രത്യേകിച്ച് കാര്യമുണ്ട്. ആവലാതി കൂടാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, മനസ്സിൻ്റെ ഈ പിടിയിൽ നിന്ന് വിട്ടിട്ട് നടത്താൻ, മനസ്സിൻ്റെ പിടിയിലുള്ളിടത്തോളം ആവലാതി പെടേണ്ട വയ്യ ഇവിടെ ആൽബന്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇതിനൊക്കെ സഹിക്കുക സാധിക്കും. ആഗമ അപായനം വന്നു ചേർന്ന് പോകുന്നതാണ് തീർച്ചയായും. ഇങ്ങനെ 4 ശ്ലോകങ്ങളെ കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക്. ഇതൊന്നും നമ്മുടെ കീഴിലല്ലെന്നും ഏതോ ഒരു മഹാശക്തിയുടെ കീഴിലാണ് നടക്കണമെന്നും നിങ്ങളതിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കഴിയില്ല. നിൻ്റെ അഹങ്കാരവും മമതയാണല്ലോ ഇപ്പം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. അതൊന്നും നടപ്പില്ല ഇവിടെ. കാരണം ഈശ്വര നിശ്ചയമുണ്ട് അതിന്. ഇപ്പം നിന്നെ കൊണ്ട് നീ യുദ്ധം ചെയ്യില്ല പറഞ്ഞാലും നീ അവസാനം യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം നിന്നെ അതിന് ഈശ്വരൻ്റെ മുമ്പിൽ നിൻ്റെ സൂത്രമൊന്നും നടപ്പില്ല പറഞ്ഞു. ഇനി പറയണു അവസാനം ഇത് യം ഹി വ്യഥയം ദേതേ പുരുഷം പുരുഷഗർഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പല. ഈ 5 സൂത്ര രൂപത്തിലാണ്. യം ഹി വ്യഥയന്തേ ഏതേ ഇതുകൊണ്ടങ്ങളൊന്നും ആരാണോ ദുഃഖിക്കാതെ പുരുഷം, അല്ലെങ്കിൽ തന്നെ പുരുഷ ഋഷഭ, പുരുഷന്മാരിൽ വെച്ചിട്ട് കേമൻ. ഈ ഋഷഭം എന്നുള്ളതിനൊരു പ്രത്യേകത ഉണ്ട്. ഋഷഭം എന്നുള്ളതിന് കാളാന്നർത്ഥ, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഋഷഭദേവൻ എന്നൊരു മഹാത്മാവനുണ്ട്. ഈ ജൈനന്മാരുടെ ഏറ്റവും വലിയ ആൾ ഋഷഭദേവനാണ്. കാളൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏറ്റവും വലിയ കർമ്മയോഗിയൻ. പണ്ടൊക്കെ പൂട്ടാനൊക്കെ കാളയാണല്ലോ പണിയെടുക്കുക, ധാരാളം പണിയെടുക്കും. അതിന് അതിനൊന്നും ആവശ്യമില്ല. അതിലൊക്കെ ഉണ്ടാക്കി നെല്ല് ഉണ്ടാക്കും, വളയും, കാളയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ നെല്ലൊക്കെ അവിടുന്ന് അരിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ശരിയാക്കി അടിച്ച് നെല്ലൊക്കെ വേറെയാക്കി വൈക്കോൽ ഉണ്ടാക്കും. അത് നെല്ലൊക്കെ നമ്മളെടുക്കും. ഒന്നിനും കൊള്ളരുത് വൈക്കോൽ പാവും. എന്നാലും കാളയ്ക്ക് സന്തോഷമാണ്, അത് മതി, വൈക്കോൽ മതി. കാരണം മാത്രമല്ല ആ വൈക്കോൽ തിന്നിട്ട് പാവം നിങ്ങൾക്ക് ചാണം കണ്ട് മടക്കി തരും ഇവിടേക്ക്. കാരണം പിന്നെയും കൃഷിക്കിടാം, പിന്നെയും നെല്ലക്കാം. എന്തൊരു ധാർമ്മികനായ കാള
അതെ, ഒന്നും ആവശ്യമില്ല, ഏറ്റവും ചുരുക്കം മതി, ഇതൊരു ഉപകാരം ചെയ്യും. അതുകൊണ്ടാണ് ഈ ഋഷഭൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. നമ്മുടെ ശിവന്റെ സങ്കല്പം, അദ്ദേഹത്തിൻ്റെ ഈ വാഹനം കാളയാണ്. ആരെങ്കിലും ഈ കാളപ്പുറത്ത് കിടക്കും. അപ്പം നമ്മുടെ ഹിന്ദുക്കൾ എന്താ വിവരിലായിട്ട് അല്ല, ധർമ്മസ്വരൂപനാണ്, ധർമ്മത്തിൻ്റെ മുകളിലാണ് ശിവൻ ഇരിക്കുന്നത്. ധർമ്മം വിട്ടിട്ടൊന്നും ചെയ്യില്ല എന്ന് കാണിക്കാനാണ് ഈ കാളയുടെ ഈ ഇതൊക്കെ. അല്ലാണ്ട് ആരെങ്കിലും മറ്റൊക്കെ കുതിരയില്ലാണ് കാള പുറത്ത്. കാളയല്ല അത്. ശിവനെ പോലെ ധാർമ്മികനില്ല. കാരണം അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളമോ ധാരയൊക്കെ ഉണ്ട്, ഒന്നും വേണ്ട, മുണ്ടും വേണ്ട, ഒരു പുലിയുടെ തോലോ, പണ്ടും വേണ്ട കുറച്ച് പാമ്പോ, അങ്ങനെയൊക്കെയാണ്. പരമധന്യനാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ അമ്പലത്തിലൊക്കെ ഒരു കാളയെ അവിടെ വെച്ചിട്ടത്. അല്ലാണ്ട് ഈ നമ്മുടെ സാധാരണ കാളയല്ല, അത് ധർമ്മത്തിൻ്റെ സ്വരൂപ അതാണ്. അപ്പോൾ യം ഹിന്ന പ്രസയന്തേ പുരുഷം പുരുഷരഭ സമദുഃഖ സുഖം സമദുഃഖ സുഖം സുഖവും സുഖവും ദുഃഖവും സമം. സമം ഇങ്ങനെ ദുഃഖം ദുഃഖം തന്നെയാണ്, സുഖം ദുഃഖം അങ്ങനെയാണ്. പക്ഷേ രണ്ടും ഒരുപോലെയാണ് അനുഭവം ഉണ്ടാക്കുക. ദുഃഖം വന്നാലും അദ്ദേഹനെ അതിൽ അയ്യോ എന്ന് പറഞ്ഞ് വിഷമിക്കില്ല, സുഖം വന്നാൽ ചാടിത്തുള്ളില്ല. അങ്ങനെയാണ് സമദുഃഖ സുഖം ധീരം. അയാളെയാണ് ധീരൻ എന്ന് പറയുന്നത്, ധൈര്യമാണ്. അങ്ങനെയുള്ള ആള് അമൃതത്വമായ കൽപ്പത. അദ്ദേഹം അമൃതത്വത്തിന്, അമൃതം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുടെ കുറേ കാലം കേട്ടിട്ട് നോക്കുമ്പോൾ കുടിക്കാനുള്ളൊരു സാധനം എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയല്ല, മരണമില്ലാത്ത അവസ്ഥയ്ക്ക് അമൃതത്വമായ കൽപ്പതയും. അയാൾക്ക് മാറ്റില്ലാത്ത, അയാൾ സ്ഥിരമാണ്, ഏത് കാലത്തും ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് 5 ശ്ലോകങ്ങളെ കൊണ്ട് സൂത്രരൂപത്തിൽ 5 കാര്യങ്ങൾ പറയും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 16, 17, 18 1-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാണ്.